ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ മത്തൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണുന്നുണ്ടാവും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് മത്തങ്ങ പരിപ്പ് എരിശ്ശേരി ചെയ്യുന്നതെന്നാണ്. അതായത് മത്തനും അതുപോലെ തന്നെ പരിപ്പും ചേർത്തിട്ടുള്ള എരിശ്ശേരി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളി ജീരകമൊക്കെ ചേർത്ത് അരച്ചിട്ട് തേങ്ങ അരച്ചിട്ട് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ മിക്കവാറും ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് നാടൻ സ്റ്റൈലിൽ മത്തങ്ങ പരിപ്പ് എരിശ്ശേരി ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. നമുക്ക് സാധാരണ കുക്കറല്ലാതെ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, അതായത് തുവരപ്പരിപ്പും അതിൻ്റെ കൂടെ ഒരു കപ്പ് മത്തനും ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ മത്തന് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പരിപ്പ് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് പരിപ്പുണ്ട്, ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്തുള്ളതാണ്, അല്ലാതെ കുതിർത്ത് വെക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഒരു മത്തനും കൂടെ ചേർക്കുകയാണ് ഈ ഒരു കുക്കറിലേക്ക്. അത് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടും കുക്ക് ചെയ്യാം, അതായത് ആദ്യം പരിപ്പ് വേവിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മത്തൻ വെച്ചാൽ മതി. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഏകദേശം നമ്മുടെ ഈ ഒരു വെജിറ്റബിളും അതുപോലെ തന്നെ പരിപ്പും നിൽക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് താല്പര്യമില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്തിയാൽ മതി. ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ ലിഡ് കൊണ്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. പരിപ്പും മത്തനാണ്, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്താലും മതി, സെപ്പറേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കംപ്ലീറ്റ് ഇല്ല, ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു പിഞ്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണും വലിയ ജീരകം ഒരു പിഞ്ചും. ഇത് പിന്നെ ഇതുപോലെ ഒരു 4 ചെറിയ കൊച്ചുള്ളി, അതായത് നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് പേസ്റ്റ് ആക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നാക്കിയിട്ട് അരച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫസ്റ്റ് വിസിലായിട്ടുണ്ട്. തേങ്ങ ഞാനിതുപോലെ അരച്ചു എടുത്തിട്ടുമുണ്ട്. ഈ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്തിട്ട് കൊടുക്കാം. കാരണം പരിപ്പും മത്തനും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് പോകുന്നൊരു സംഭവമാണ്. കുറച്ച് നമുക്ക് വെന്ത് ഉടഞ്ഞു പോകും വേണം, പക്ഷെ ഒരുപാട് അങ്ങോട്ട് അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് മത്തൻ പീസസ് കുറച്ചൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ പ്രഷർ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോഴേക്കും തന്നെ മാക്സിമം നന്നായിട്ടും പരിപ്പും അതുപോലെ തന്നെ ആ മത്തന് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ മത്തന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാടൊന്നും വെള്ളം ഇതിനകത്തില്ല. മത്തന് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് മാഷായി പോകുന്നുണ്ട്. ഇനി നമ്മൾ മാഷാവാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറുകിയിട്ടുള്ളൊരു ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് വേണമെന്നുണ്ടെങ്കിൽ മത്തനൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സിയുടെ ഗ്രൈൻഡിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ചുഴറ്റിയിട്ട് വയ്ക്കുന്ന സമയത്ത് ചിലപ്പം വെള്ളം കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മത്തങ്ങ പരിപ്പ് എരിശ്ശേരി എന്നൊക്കെ പറയുമ്പം കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്, ഒരുപാട് ലൂസായിട്ടാവില്ല കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൈൻഡറിലൊക്കെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരും. ഇതൊന്ന് ചൂട് പോകുന്ന സമയത്ത് ഈ ഒരു കറി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പും നമ്മുടെ മത്തനും അതുപോലെ തന്നെ പരിപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒരുപാട് ടൈം തിളച്ച് പോകേണ്ട കാര്യമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് കടുകിടണം, അതായത് കടുകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിക്കണം. അപ്പോൾ ഒരു മിനിറ്റ് ഇത് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കടുക് താളിക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തിളച്ച് പൊങ്ങേണ്ട കാര്യമല്ല. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊട്ടിക്കാതെ ചേർക്കാം. നമുക്ക് കറിയിൽ ഒരുപാട് എരിവ് നിൽക്കില്ല. പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേക്സ് ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കറിയിൽ ഇങ്ങനെ കിടക്കുമ്പം എരിവ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്തൻ പരിപ്പ് തുവരപ്പരിപ്പ് എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കുക്കർ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി തയ്യാറാക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങാരപ്പും കൂടി റെഡിയാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനിയിപ്പോൾ കുക്കറൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു പരിപ്പ് മത്തൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ വേവില്ലാത്ത ഐറ്റംസാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തുവരപ്പരിപ്പ് എരിശ്ശേരി എന്ന് പറയുന്നത്. നമ്മുടെ ഓണത്തിനൊക്കെ വിളമ്പുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.